മഹാരാഷ്ട്രയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരികയാണ്. ഈ മണിക്കൂറിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ രാജ്യദ്രോഹി എന്ന് വിളിച്ചതിൽ മുംബൈയിൽ ചേരിതിരിച്ച് ഏറ്റുമുട്ടലും കലാപവും എന്ന റിപ്പോർട്ടുകൾ. മുംബൈയിൽ രണ്ട് ശിവസേനക്കാരും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. രണ്ട് ശിവസേനയും ഒരേ കേന്ദ്രത്തിൽ നിന്നും പിറവിയെടുത്തു വന്ന ഷിൻഡെ വിഭാഗവും ഒന്ന് ഉദ്ധവ് താക്കറെ വിഭാഗവും. ഇതിൽ ഏക്നാഥ് ഷിൻഡെക്കെതിരെ പരിഹാസം ചൊരിഞ്ഞ ഹാസ്യനടൻ കുനാൽ കംറയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് മുംബൈയിലെ ഒരു സ്റ്റുഡിയോയിൽ ശിവസേന അടിച്ചു തകർക്കുകയായിരുന്നു. താനയിലെ ഒരു പോലീസ് സ്റ്റേഷന് പുറത്ത് കാംറയുടെ ഫോട്ടോയും കത്തിച്ചു. തുടർന്ന് ഈ പരിസരത്ത് കലാപ കലുഷിതമായി. ശിവസേന പ്രവർത്തകർ ആക്രമണം നടത്തിയതിനെ തുടർന്ന് പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സ്ഥിതി കൂടുതൽ രൂക്ഷമായി തുടരുകയാണ്. മുംബൈ നഗരസഭയിലെ സ്റ്റുഡിയോ അനധികൃതം എന്ന് കണ്ടെത്തുകയും തുടർന്ന് അവിടെ ബുൾഡോസർ നടപടി വരികയും ചെയ്തു. സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഒരു റൗണ്ട് പൊളിച്ചുമാറ്റൽ നടത്തി. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ BMC ജീവനക്കാർ ഇന്ന് ഖരളി സ്റ്റുഡിയോയിൽ ചുറ്റികകളുമായി എത്തി നിർമ്മാണവും കോടികളുടെ സ്റ്റുഡിയോയും തകർക്കുകയായിരുന്നു. പൊളിച്ചു മാറ്റാൻ കാരണം നിയമലംഘനമാണ് എന്ന് കോർപ്പറേഷൻ പറയുന്നുണ്ട്. എങ്കിലും പെട്ടെന്നുണ്ടായ കാരണം രണ്ട് ശിവസേനക്കാരുടെയും ഏറ്റുമുട്ടലാണ് എന്നാണ് സൂചന. ഉദ്ധവ് താക്കറെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് സ്റ്റുഡിയോയുടെ ഉടമ കൂടിയായ ഹാസ്യനടൻ കുനാൽ കംറ. അദ്ദേഹമാണ് മറ്റൊരു ശിവസേന നേതാവായ ഏക്നാഥ് ഷിൻഡെ അപമാനിച്ചും പരിഹസിച്ചും രംഗത്ത് വന്നത്. പരിഹസിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നീട് അനധികൃതമായി കെട്ടിയുയർത്തിയ ഹാസ്യനടൻ കുനാൽ കംറയുടെ കോടികളുടെ സ്റ്റുഡിയോ ഇടിച്ച നിരത്തലായിരുന്നു അവിടെ സംഭവിച്ചത്. അതേസമയം സ്റ്റുഡിയോ തകർത്ത ഷിൻഡെയുടെ ശിവസേനയ്ക്കെതിരെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന രംഗത്ത് വന്നിരിക്കുകയാണ്. ഷിൻഡെയെ അരക്ഷിതനായ ഭീരു എന്ന അദ്ദേഹത്തിന്റെ മകൻ ആദിത്യ താക്കറെ മുദ്രകുത്തി. കംറ യഥാർത്ഥത്തിൽ മിസ്റ്റർ ഷിൻഡെയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് താക്കറെ ശിവസേന ചൂണ്ടിക്കാട്ടി. പിന്നെ എന്തിനായിരുന്നു ഈ പകപ്പോക്കൽ എന്നും ചോദിച്ചു. എന്തായാലും ശിവസേന മുൻപ് പറഞ്ഞതുപോലെ വന്ന വഴികൾ ഇരുട്ടത്തു നിന്നാണ്. ഒരിക്കൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഹിന്ദുമത വികാരത്താൽ ഉറപ്പിച്ച രാജ് താക്കറെ മറക്കാനാകില്ല. രാജ് താക്കറെയുടെ സാമ്ന പത്രം പൊട്ടിക്കുന്ന കൂറ്റൻ വിവാദങ്ങൾ ആർക്കും മറക്കാനാകില്ല. അത്രമാത്രം ഹിന്ദു വികാരത്തിൽ കെട്ടി ഉയർത്തിയ സാമ്രാജ്യത്തിന്റെ മുകളിലാണ് മകൻ ഉദ്ധവ് താക്കറെ ഇരിക്കുന്നത്. ആ ഉദ്ധവ് താക്കറെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഘടക കക്ഷിയും മറ്റൊരു ശിവസേന BJPക്ക് ഒപ്പവും. അപ്പോൾ ഇതിൽ ആരാണ് വർഗീയവാദികൾ എന്നും മറ്റും ജനം പറയും. മുംബൈ നഗരസഭയിലെ സ്റ്റുഡിയോ തകർത്തതുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോയിലെ കലാകാരന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. സ്റ്റുഡിയോയുടെ മാനേജ്മെന്റ് തൽക്കാലം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായും അവിടെ സുരക്ഷിതമല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സമീപകാല നശീകരണ പ്രവർത്തനങ്ങളിൽ തങ്ങൾ ഞെട്ടിപ്പോയി എന്നും ആശങ്കാകുലരാണ് എന്നും അങ്ങേറ്റം തകർന്നിരിക്കുന്നു എന്നാണ് അവരുടെ വാക്കുകൾ. സ്റ്റുഡിയോ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായും ഉടമകൾ പറഞ്ഞു. നമ്മളെയും നമ്മുടെ സ്വത്തുക്കളെ അപകടത്തിലാക്കാതെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് ഒരു വേദി നൽകുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം കണ്ടെത്തണം. അതുവരെ ഞങ്ങൾ അടച്ചുപൂട്ടുകയാണെന്നാണ് അധികാരികൾ വ്യക്തമാക്കുന്നത്. അതേസമയം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ രാജ്യദ്രോഹി എന്ന് വിളിച്ച പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പരാമർശത്തിൽ ഖേദമില്ല എന്നും ഹാസ്യനടൻ കുനാൽ കംറ പോലീസിനോട് പറഞ്ഞതായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മുംബൈ സ്റ്റുഡിയോ നഗരത്തിലെ മുനിസിപ്പാലിറ്റി പൊളിച്ചു മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് നിലപാടിൽ മാറ്റമില്ല എന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്നാൽ ഇത്തരം താഴ്ന്ന നിലവാരത്തിലുള്ള കോമഡിയും ഞങ്ങളുടെ ഉപമുഖ്യമന്ത്രിയെ അനാദരിക്കുന്നതും നോക്കി നിൽക്കില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് രാവിലെ നിയമസഭയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.